ആൽവാർപേട്ട ജീവിതം ഏകദേശം കഴിഞ്ഞു. ഇതിനിടയിൽ നമ്മൾ കുണ്ടത്തൂർ വീണ്ടും പോയി. ഇതിനിടയിൽ ഒരു മദ്യപാന പ്രശ്നങ്ങളും സാറിൻ്റെ സാറിൻ്റെ ചെവിയിലേക്ക് എന്നെ പറ്റിയുള്ള നെഗറ്റീവുകൾ പോലൊക്കെ ആയി. എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട അവസ്ഥ. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരാറുണ്ട്. വന്ന് ഇവിടെ മാർക്കറ്റിൽ ജോലിക്ക് കയറും. ഈ പറഞ്ഞ പോലെ നാടകങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും. ആ സമയത്താണ് തൃപ്പൂണിത്തുറ കളിക്കോട്ട പാലസിൽ സഖാവ് രാജീവ് വർമ്മയുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് ഏകധാരി എന്ന ഒരു സോളോ പെർഫോമൻസിൻ്റെ ഫെസ്റ്റിവൽ 4 ദിവസമോ 3-4 ദിവസമാണത്. അപ്പോൾ അതിൽ ഇന്ത്യയിലെ മികച്ച പല ആളുകൾ, പല ഭാഷയിലുള്ള വ്യക്തികളും വന്ന് സോളോ പെർഫോമൻസ് അവതരിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം 3 പെർഫോമൻസൊക്കെ വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുതൽ തുടങ്ങും. അപ്പോൾ സീമ വിശ്വാസ് അവരുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് അതിനു മുമ്പ് എൻ്റെ നാടക ഗുരുനാഥനായിട്ടുള്ള ഉണ്ണി പൂണിത്തുറ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. രുധാലി എന്ന് പറയുന്നൊരു, നമ്മളിതിനു മുമ്പ് ഈ പേര് പറഞ്ഞു. അപ്പോൾ രുധാലിയിൽ ഈ സീമ വിശ്വാസിൻ്റെ അഭിനയത്തെക്കുറിച്ച് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ ആരാധന കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കളിക്കോട്ട പാലസിൽ വെച്ചിട്ട് നേരിട്ട് കണ്ടു. പക്ഷേ അവരുടെ ഭാഷ ഹിന്ദിയാണ്, ഇംഗ്ലീഷാണ് അവർ സംസാരിക്കുന്നത്. മലയാളം അറിയാത്തതുകൊണ്ട് പോയി സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പോയിട്ട് ആംഗ്യം കാണിക്കലൊക്കെ, വെള്ളം വേണോ ചായ വേണോ എന്നൊക്കെ ഇങ്ങനെ അടുക്കാൻ ശ്രമിച്ചു, സാധിച്ചിട്ടില്ല. പിന്നെ ഒരു അത്ഭുതം, ജീവിതത്തിലെ ആദ്യകാലങ്ങളിൽ നടന്ന അല്ലെങ്കിൽ കണ്ട പല ആളുകളെയും വീണ്ടും വീണ്ടും കാണേണ്ട വരുന്നു, വീണ്ടും വീണ്ടും സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലുണ്ട്. അത് അതിൻ്റെ ഓർഡറിൽ തന്നെ പറഞ്ഞു വരാം. അപ്പോൾ ഈ ഏകകാരി നാടകത്തിൻ്റെ സംഘാടകനായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പം അതിനകത്ത് സംഘാടകനായിട്ട് ഷാബു ചേട്ടനുണ്ട്. ഈ എന്തെങ്കിലും പൈസ കിട്ടുന്ന പരിപാടി ഉണ്ടെങ്കിൽ ഷാബു ചേട്ടൻ എന്നെ എങ്ങനെയെങ്കിലും അതിൽ കണക്റ്റാക്കും. പൈസ കിട്ടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുള്ള പരിപാടികളുണ്ടെങ്കിൽ അവനും കൂടി എന്തെങ്കിലും കിട്ടട്ടെ എന്നുള്ളൊരു ഇതിൽ, ഈ പാർട്ടിയുടെ തെരുവ് നാടകങ്ങൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ക്യാമ്പ് തുടങ്ങുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് കയറിക്കോ, ഒരു 2 ആഴ്ച മാമുണ്ണാനുള്ള സെറ്റപ്പ് ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഏകാരി കയറിയിട്ട് കുറച്ചാൾ മാമുണ്ണാം, അതാണ് എന്നെ ലക്ഷ്യം. ചില്ലറ കിട്ടും. പിന്നെ വൈകുന്നേരങ്ങളിലെ ചെറിയ കമ്പനി അടി ഒക്കെ നടക്കും. അപ്പോൾ അതിനകത്ത് വിജയകുമാർ, അദ്ദേഹം അതിന് മുമ്പ് എനിക്ക് പരിചയമുള്ള ആളാണ്. ചെറുപ്പം മുതൽ എനിക്കറിയാവുന്ന, ഷാബു ചേട്ടനെ പോലെ തന്നെ അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം വേറെ ലെവലിലൊരു നാടക കലാകാരനാണ്. ഷാബു ചേട്ടൻ ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിലുള്ള നാടകക്കാരനാണെങ്കിൽ വിജയകുമാർ കുറച്ചും കൂടി പുറത്തേക്ക്, അല്ലെങ്കിൽ അത് അക്കാദമിക്കലായിട്ട് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ വിജയകുമാർ ഏട്ടൻ കുറച്ച് സിനിമകളിലൊക്കെ അപ്പോൾ ആ സമയത്ത് വരുന്നുണ്ട്. കുറച്ച് ചെറിയൊരു സെലിബ്രിറ്റിയാണ്. വിജയകുമാർ ഏട്ടൻ കാസ്റ്റിംഗ് ഡയറക്ടറാണ് ആ സമയത്ത്. അങ്ങനെ വിജയകുമാർ ഏട്ടൻ ഉണ്ട് അവിടെ. പിന്നെ സുജിത്ത് മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിലെ വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ള, പിന്നെ ഒന്നുകൂടി അറിയാൻ വേണ്ടിയിട്ട് പറയുന്നു, നമ്മുടെ സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ മകൻ്റെ മകനാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എന്നെ ഷാബു ചേട്ടൻ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പം അങ്ങനെ പറയാതെ തന്നെ സുജിത്ത് കലാകാരൻ, ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ഐഡിയ ഉള്ള ഐഡൻറ്റിറ്റി ഉള്ള ഒരാളാണ്. എന്നെ ഷാബു ചേട്ടൻ സുജിത്തിനെ പരിചയപ്പെടുത്താൻ, സുജിത്തിൻ്റെ മുമ്പിൽ വെച്ചല്ല, സുജിത്ത് ഇല്ലാത്ത സമയത്ത്, എടാ അത് ആരാന്ന് മനസ്സിലായോ, ഇത് ഇന്ന സഖാവിൻ്റെ മകൻ്റെ മകനാണ്. അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഒരു ആരാധനയുണ്ട്. കാരണം നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പരിപാടികളൊക്കെ ഇവരുടെ നിന്നൊക്കെ പഠിക്കുന്നുള്ളൂ. ഇങ്ങനെ പഴയ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് സഖാവ് EMSൻ്റെ കൊച്ചുമോനാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നൊരു സ്നേഹം, അല്ലെങ്കിൽ അതാണ് എൻ്റെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്.
ഓക്കെ, സുജിത്തുമായിട്ട് നല്ലൊരു സൗഹൃദമായി. ഈ ഏകകാരിയുടെ പണികളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റേജൊക്കെ ഒതുക്കി ആർട്ടിസ്റ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഇതിൻ്റെ പുറകിൽ എവിടെയെങ്കിലും നിന്ന് അവിടെ കളിക്കോട്ടയിൽ മദ്യമോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊന്നും കയറ്റാൻ പാടില്ല. ഇപ്പം നമ്മൾ ഒളിച്ചും പാത്തുമൊക്കെ എവിടെയെങ്കിലും അവിടെ ഒരു കുളത്തിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നിട്ട് അത് നോൺ കയറ്റില്ല, മദ്യവും അച്ചാറും ഒക്കെ ആയിട്ട് പതുക്കെ രണ്ടെണ്ണമൊക്കെ അടിച്ച് അവിടെ നിന്ന് അങ്ങനെ പിരിയുകയാണ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് പറയുന്ന കാര്യങ്ങളിൽ സുജിത്ത് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, എടോ കടവന്ത്രയിൽ രാജീവേട്ടൻ്റെ സ്റ്റുഡിയോ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രാജീവേട്ടൻ, രാജീവ് രവി. അപ്പോൾ രാജീവ് രവിയെ എനിക്കറിയാവുന്നത് ഷാബു ചേട്ടൻ, അതേപോലെ രംഗൻ ചേട്ടൻ, ഷാബു ചേട്ടൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് എൻ്റെയും. ഞാൻ പറഞ്ഞ മറ്റേ പൊക്കൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ നാടകം, തെരുവ് നാടകം കളിച്ചില്ലേ, എന്നിട്ട് മേളിൽ നിന്ന് ചാടി വീണത് ഷാബു ചേട്ടനാണ് ആ ക്യാരക്ടർ കളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ സംഭവം നടന്നപ്പോൾ ഷാബു ചേട്ടൻ ഉണ്ടായിരുന്നില്ല, ഷാബു ചേട്ടന് പകരം രംഗൻ ചേട്ടനാണ് ആ റോൾ ചെയ്തത്. അപ്പോൾ രംഗൻ ചേട്ടൻ്റെ മുമ്പിലാണ് ഞാൻ വന്ന് മിഷറും കൂടുമായിട്ട് വന്ന് വീണത്, ആ രംഗൻ ചേട്ടൻ. അപ്പോൾ ആ രംഗൻ ചേട്ടനും ഷാബു ചേട്ടനൊക്കെ കൂടി ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. ആ സിനിമയുടെ പേര് അന്നയും റസൂലും എന്നാണ്. അപ്പോൾ ഇവർ അഭിനയിക്കാൻ പോകുന്ന കാര്യവും അഭിനയിച്ച കാര്യവും ആ ഷോട്ടിൻ്റെ കാര്യവും അതും ഇതൊക്കെ അവർ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഷാബുച്ചേട്ടൻ്റെ ഒരു ഷോട്ടുണ്ട്, ഒരു മരിച്ച വീട്ടിൽ ഇങ്ങനെ വന്നിട്ട് ഷാബുച്ചേട്ടൻ്റെ ഇങ്ങനെ നോക്കുന്ന ഒരു ഷോട്ടുണ്ട്, സങ്കടപ്പെട്ട് നോക്കുന്ന ഇതാണ് ഉള്ളത്. പക്ഷേ ഷാബുച്ചേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് ഏകദേശം ഒരു വലിയ ക്യാരക്ടർ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷാബുച്ചേട്ടൻ അതിന് മറുപടി പറഞ്ഞത് രാജീവ് രവി സിനിമ ഒക്കെ എങ്ങനെയാണ് എന്നുള്ളൊരു നിലയല്ല, അതായത് അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് സിനിമ എങ്ങനെയാണ് തിയേറ്ററിൽ വരേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിക്കും, അതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്നുള്ള നിലയിലാണ്. ഒരുപാട് സങ്കടം ഉള്ളിലുണ്ടെങ്കിലും ഷാബുച്ചേട്ടൻ അതിനെ കൈകാര്യം ചെയ്തത്. അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ വിനായകൻ്റെ ഒരു ഫിഗറുള്ള ആളുകളെ നോക്കുന്നുണ്ട്, അപ്പോൾ തനിക്ക് ഒന്ന് പോയി കാണാൻ പാടില്ലേ, നമ്മളതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, താനൊന്ന് ഫോട്ടോ ആയിട്ട് ഒരു ഫോട്ടോ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കമ്മട്ടിപ്പടത്തിലേക്ക് എൻ്റെ ആദ്യത്തെ പടി വയ്ക്കുന്നത്. അങ്ങനെ രാജീവ് സാറിനെ കാണാനായിട്ട്, രാജീവ് ഏട്ടനെ കാണാനായിട്ട് ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് ബസ് കയറി കടവന്ത്ര ജംഗ്ഷനിൽ ബസ് ഇറങ്ങി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടി ഒരു ഏകദേശം ഒരു അര കിലോമീറ്റർ അല്ലെങ്കിൽ 3/4 കിലോമീറ്റർ നടക്കണം. നടന്ന് റൈറ്റ് സൈഡിലായിട്ട് അഡ്രസ്സും വീടിൻ്റെ നമ്പർ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ആദ്യത്തെ ഓഫീസ്. അവിടെ ചെന്നപ്പോൾ ഒരു ചേച്ചി ആണ് അവിടെ, ചേച്ചി 1-2 പേരുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞിട്ട് സുജിത്ത് പറഞ്ഞിട്ട് ഒന്ന് ഫോട്ടോ രാജീവേട്ടൻ, അകത്തുനിന്ന് രാജീവേട്ടൻ തന്നെ ഇറങ്ങി വരുന്നു. എടോ എന്താ പേര്, മണി. അങ്ങനെ വർത്താനം പറഞ്ഞ് സിഗരറ്റ് വലിക്കുമെന്ന് ചോദിച്ചു. ഞാൻ വലിക്കുമെന്ന് പറഞ്ഞു. വലിക്കുമെന്ന് വെച്ചപ്പോൾ ഞാനൊരു ചെറിയ പോസ് എടുത്തു. ആ പോസിൽ ഞാൻ ആലോചിച്ചത് ഈ അതിവിനയം അല്ലെങ്കിൽ ഈ സത്യസന്ധത കൂടുതൽ ഒക്കെ ഈ പറഞ്ഞ പരിപാടികൾ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ ആദ്യം പറഞ്ഞല്ലോ കാല് വീഴുന്ന കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പരിഹരിക്കപ്പെട്ട് ഞാൻ കുറച്ച് മെച്യൂർഡായി വന്നൊരു കാലമാണ്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ആലോചിച്ചു, ഇപ്പോൾ വേണമെങ്കിൽ ഇല്ല എന്ന് പറയാം, പക്ഷെ അത് ഈ മനുഷ്യനുമായിട്ട് എത്ര കാലം ബന്ധം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മരണം വരെ ബന്ധം ഉണ്ടാവും. അപ്പം മരണം വരെ ഈ സത്യം നമ്മൾ നിലനിർത്തേണ്ടി വരും, അല്ല ഇപ്പോൾ പറയുന്നതെന്നോണം സത്യമാക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വലിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ആ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ ഉള്ള കാര്യം അങ്ങ് പറഞ്ഞേക്കാം എന്ന് ആ കുറഞ്ഞ സമയം കൊണ്ട് ആലോചിച്ചെടുത്തു. വലിക്കുമെന്ന് ധൈര്യത്തോടെ പറഞ്ഞു. ഒരു സംവിധായകനോട് അല്ലെങ്കിൽ നമ്മുടെ ഹെഡാണ് എന്നുള്ള ഒരു പോസ്റ്റിൽ നിൽക്കുന്ന ഒരാളോട് വലിക്കുമെന്ന് ആദ്യമായിട്ട് അങ്ങനെ സത്യം പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെ അങ്ങനെ തന്നെയാണ് കണ്ടത്. അപ്പം തന്നെ നീട്ടി അതിൽ നിന്ന് പറഞ്ഞാൽ എടുത്തു, അദ്ദേഹം എടുത്തു, കൊളുത്തി വലിച്ചു, കഥകൾ തുടങ്ങി. അപ്പം ഞാൻ ഈ ബസ് ഇറങ്ങിയിട്ട് എൻ്റെ സകല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് രസകരമായതും ഉള്ളതുമായതുകൊണ്ടത് ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ട് വീണ്ടും പറയുന്നു.
ഞാൻ ബസ് ഇറങ്ങിയിട്ട് ഈ ഓഫീസ് വരെ നടക്കുന്ന സമയങ്ങളിൽ ഇതിന് മുമ്പ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള പല ഓഡീഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ പറഞ്ഞ നമ്മുടെ സുബ്രഹ്മണ്യ ശിവയുടെ ഓഫീസ്, അവിടുത്തെ ഓഡീഷൻ, പല പല സംവിധായകരുടെ അടുത്ത് പോയിട്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷൻ തരും, അല്ലെങ്കിൽ നമ്മൾ അഭിനയിച്ചിട്ടുള്ള നാടകത്തിൻ്റെ എന്തെങ്കിലും ഭാഗം അഭിനയിക്കുക, ഇതൊക്കെയാണല്ലോ. അപ്പോൾ സിറ്റുവേഷൻ തന്നാൽ ഇത് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇമ്പ്രവൈസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുന്നുണ്ട്. അതല്ല എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് കർണഭാരത്തിലെ കർണൻ്റെ ക്യാരക്ടറിൽ ഒരു 4 ലൈനുണ്ട്. കാലം പോക പോക പഠിച്ചതെല്ലാം മറക്കും, മണ്ണിൽ ഉറച്ച വൃക്ഷം വേരിറ്റ് വീഴും, ജലാശയത്തിലെ ജലവും പറ്റും, പക്ഷേ ദാനം ചെയ്തതും ഹോമിക്കപ്പെട്ടതും ദാനം ചെയ്തതും എന്നും നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞൊരു വലിയ ഡയലോഗുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കടവന്തറയിൽ നിന്ന് ഇവിടം വരെ, ഈ ഓഫീസ് വരെ ഈ ഡയലോഗ് പറഞ്ഞ് പഠിച്ച് നടക്കുകയാണ്. കർണൻ അല്ലെങ്കിൽ മറ്റേ ഇത് ചെയ്യാം, അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വെക്കുക. അപ്പോഴാണ് രാജീവ് സാറിൻ്റെ ചോദ്യം വരുന്നത്, എന്താ ചെയ്യണം മണി? അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, എന്താ പണിക്കെന്തെങ്കിലും പോകണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചമ്പക്കരയിൽ മീനിൻ്റെ പണി ചെയ്യേണ്ട ഷാബു ചേട്ടന്, ഷാബുവിന് എനിക്കറിയാം. അങ്ങനെ ഷാബുവിൻ്റെ കഥകൾ അത് ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ മീനിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. ചമ്പക്കര മാർക്കറ്റിലെ പഴയ കുറച്ച് ഗുണ്ടകളായിട്ടുള്ള ഈ കൊട്ടേഷൻ പരിപാടികളായിട്ടുള്ള കുറേ ആളുകളുടെ പേരും കാര്യങ്ങളും ചോദിച്ചു. അവരെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയാമോ, അത് കണ്ടിട്ടുണ്ടോ, ആ കാലത്ത് പോയിട്ടുണ്ടോ, പിന്നെ ഇപ്പോൾ ഏതാ മീൻ, ഇപ്പോൾ ചാള ഇപ്പോൾ മുട്ടച്ചാളയാണ്, അങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ വിളിക്കാം, അപ്പോൾ മണി പോയിക്കോ, കുഴപ്പമില്ല, ഞാൻ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ടപ്പോൾ തന്നെ പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും, വിളിക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചു. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളി വന്നു. വീണ്ടും പോയപ്പോൾ ആദ്യം പുറത്തായിരുന്നു, പിന്നെ അകത്തേക്ക് കയറി കുറച്ച് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. കൂടുതലും വീട്ടിലാരൊക്കെയുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ, അതേപോലെ ഇപ്പം ഞാൻ ഇവിടെ നടക്കുന്ന പോലെ ഞാൻ ഇരുന്ന് എൻ്റെ കഥകൾ പറയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ മാർക്കറ്റിലെ കേസ്, ഞാൻ കണ്ടിട്ടുള്ള ഇടികൾ, ഞാൻ കണ്ടിട്ടുള്ള കൊട്ടേഷൻ ടീമിലെ ആളുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനത്തെ പല പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് അഭിനയിക്കാൻ പറയുമോ, എത്ര വർഷം നാടകത്തിലുണ്ടായിരുന്നു, ഈ അഭിനയത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമോ, സിനിമയിലോ സീരിയലിലോ ഷോർട്ട് ഫിലിമിലോ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമോ, ഒന്നും ചെയ്തിട്ടില്ല. ഈ രണ്ടാമത്തെ ദിവസവും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ എന്നെ വിട്ട്, പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചിട്ട് പിന്നെയും ഇതേപോലെ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇത് വേറെന്തോ പരിപാടിയാണ്. അതായത് ഈ ക്യാരക്ടർ ചെയ്യിക്കാനാണെങ്കിൽ അഭിനയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് നമ്മളോട് ചോദിക്കണ്ടേ, അല്ലെങ്കിൽ കഥ പറയണ്ടേ. ഇതൊന്നും പറയാനുള്ള, ഈ നമ്മളെ ഫോട്ടോ എടുത്ത് നോക്കാനുള്ള ഒന്നും ചോദിക്കുന്നില്ല. വെറുതെ മാർക്കറ്റിലെ കഥ ചോദിക്കുക, മീനിൻ്റെ വില ചോദിക്കുക, മറ്റവരെവിടെ ഉണ്ടോ, മറിച്ചവരെവിടെ ഉണ്ടോ ഇത് ചോദിക്കുക. അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിയത്, ഈ പുള്ളി കടവന്തറയിൽ എവിടെയെങ്കിലും ഒരു മീനിൻ്റെ തട്ടിട്ടിട്ട് അവിടെ പണിക്ക് നിർത്താനുള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിന് നമ്മളെ സഹായിക്കാൻ ഒരു കയ്യാളായിട്ട് നിർത്താനുള്ള പരിപാടിയോ, ചുമ്മാ തമാശയ്ക്ക് അങ്ങനെയാണ് ആലോചിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നത്തെ വരവിൽ പതുക്കെ കാര്യങ്ങളിലേക്ക് കിടക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെന്തിനായിരുന്നു ഇങ്ങനൊരു ഓഡീഷൻ എന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ, അത് കമ്മട്ടിപ്പാടം കഴിഞ്ഞിട്ട് ആലോചിച്ചപ്പോൾ എനിക്കതിന് കിട്ടിയത്, ഈ മണികണ്ഠൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് മുമ്പിലെത്തിയിട്ടുള്ള ആ വ്യക്തി എന്തൊക്കെയാണ്, അയാൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അയാൾ എങ്ങനെയാണ് നടക്കുന്നത്, അയാൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, അയാൾ 90 കാലഘട്ടത്തെ എന്താണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്, അയാൾ എന്താ പറയുക, കവിതാ തിയേറ്ററിലെ അല്ലെങ്കിൽ ഷേണായ്സിലും പത്മയിലൊക്കെ നടന്നിട്ടുള്ള ഈ ബ്ലാക്ക് ടിക്കറ്റ് വിൽപ്പനയും അതുമായിട്ട് ഉള്ള 2 ഗ്യാങ്ങുകളെക്കുറിച്ചും, അല്ലെങ്കിൽ അവരുടെ ഇടികളും, ഈ ഷഡ്ഡിപ്പുറത്ത് നിന്നിട്ട് മുണ്ടിൽ കല്ല് ചുറ്റി ഉള്ള അടികളും, ഇതൊക്കെ ഇയാൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ, ഇയാൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസുകളുണ്ടോ എന്ന് ഈ വ്യക്തിയെ
ഇൻ്റർവ്യൂ ചെയ്യുകയായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. എഡിറ്റർ ബി ലെനിൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ശേഷം പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ, അല്ലെങ്കിൽ എന്നെ എൻ്റെ ആ ഒരു സ്ഥാനത്തേക്ക്, ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് രാജീവേട്ടൻ. സ്നേഹം കൊണ്ടും ഈ പറഞ്ഞ അറിവ് കൊണ്ടും ഒക്കെ രാജീവേട്ടനായിട്ടുള്ള ഇപ്പോൾ ഇരിക്കുന്ന ബന്ധം അങ്ങനെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എടോ ഇത് ഒരു 90 കാലഘട്ടത്തിലൊക്കെ ഇവിടെ നടന്നിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഓഫീസ് ഇവിടെ നിന്ന് മാറി കേട്ടോ. ഫയർ സ്റ്റേഷൻ കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ട് ഫയർ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു ഓഫീസ് എടുത്തേക്കുന്നത്, വീടെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് അതിൻ്റെ മുകളിൽ എൻ്റെ മേക്കപ്പിൻ്റെ ആളുകളുണ്ട്, പല പല പണികളും നടക്കുന്നുണ്ട് അവിടെ. എഴുത്ത് നടക്കുന്നുണ്ട്, പല കാര്യങ്ങളും കോസ്റ്റ്യൂമിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് ഒരു മുറിയിലിരുന്നിട്ട് രാജീവേട്ടൻ ഇതിൻ്റെ കഥ പറയാൻ തുടങ്ങി. കഥ പറയുന്നത്, എടോ ഇതൊരു 90 കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഇവിടെ കൊച്ചിയിലൊക്കെ നടന്നിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ ഇങ്ങനെ ബ്ലാക്കിന് ടിക്കറ്റ് വിൽക്കുന്ന 2 ചേരിക്കാരാണ്. പോർക്കുംകൂട്, കമ്മട്ടിപ്പാടം എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ഗ്യാങ്ങുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്മട്ടിപ്പാടത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതിൽ കമ്മട്ടിപ്പാടത്ത് ഒരു ബാലൻ ഉണ്ടായിരുന്നു. ബാലൻ ചേട്ടൻ, നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു ചേട്ടനൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ മുമ്പിട്ട് നിൽക്കുന്ന ഒരു ചേട്ടൻ. അപ്പോൾ ഈ ചേട്ടൻ, ഇയാൾ ഭയങ്കര എനർജറ്റിക്കാണ്. അയാൾ എന്താ പറയുക, ഒരു റബ്ബർ പന്ത് പോലെയാണ്. ഇങ്ങനെയാണ് രാജീവേട്ടൻ ഈ ക്യാരക്ടറിനെ പറയണത്. അതിങ്ങനെ ഭയങ്കര ക്ലാരിറ്റി ഒന്നുമില്ല ആ പറച്ചിലിന്, ഡീറ്റെയിലിങ് ക്ലാരിറ്റി ഒന്നുമില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞൊരു കാര്യമാണ്, ബാലൻ ഭയങ്കര എനർജിയാണ്. അയാൾ ഇങ്ങനെ നിലത്ത് നിൽക്കില്ല, പന്ത് പോലെ, റബ്ബർ പന്ത് പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റബ്ബർ പന്ത് പോലെയാണ് എന്ന് പറഞ്ഞതിൽ നിന്നാണ് പിന്നീട് ഞാൻ ഈ ക്യാരക്ടർ ഞാനാണിത് ചെയ്യാൻ പോകുന്നത് എന്ന് ഉറപ്പിച്ചപ്പോൾ ഞാനെടുത്ത എൻ്റെ പഠനത്തിന്, ക്യാരക്ടർ പഠനത്തിന്, അല്ലെങ്കിൽ ക്യാരക്ടറിന് നമ്മൾ രൂപം കൊടുക്കണമല്ലോ, അതിനൊരു സബ് ടെസ്റ്റ് ഉണ്ടാക്കണം, അതിനൊരു ശരീരഭാഷ ഉണ്ടാക്കണം, ഈ കഥയുമായിട്ട് ചേരുന്ന, ആ കഥാപാത്രം പറയുന്ന സംഭാഷണവുമായിട്ട് ചേരുന്ന, അയാളുടെ സ്വഭാവമായിട്ട് ചേരുന്ന ഒരു ചലനം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് എന്തുണ്ടാക്കും എന്നാലോചിച്ചപ്പോൾ ആദ്യം കിട്ടിയ ഈ വാക്കിൽ നിന്നാണ് ബാലൻ്റെ മൂമെൻറ്റ്സ്, അല്ലെങ്കിൽ ബാലൻ്റെ പൾസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഉപയോഗിച്ചത് ഈ വാക്കാണ്, റബ്ബർ പന്ത്. അപ്പോൾ ആ റബ്ബർ പന്ത് നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ റബ്ബർ പന്ത് ഇങ്ങനെ ആദ്യം ഇടുന്ന പോഴ്സിൻ്റെ അത്രയും തന്നെ പോകും, പിന്നെ അതിങ്ങനെ തിരിച്ചടിച്ചിട്ട് അതിങ്ങനെ കുറഞ്ഞ് വരും. പക്ഷേ ഇത് അനങ്ങാതെ ആവണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അത് എന്നാലും അതിന് ചെറിയൊരു ഇങ്ങനെ ഒരു അനക്കം ഉണ്ടാകും. ഈ അനക്കം കമ്മട്ടിപ്പാടം സിനിമയിലെ ബാലൻ എന്ന കഥാപാത്രം മരിക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് കൊണ്ടുപോകാ തങ്കമയിലെ എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടി മദ്യപിച്ച് ഗംഗയുമായിട്ട് കാറിൽ തല്ലി പിടിച്ച് ഗംഗ ഇറങ്ങിപ്പോയി, കൃഷ്ണൻ മെഡിക്കൽ സ്റ്റോറിലേക്ക് നീ ഒന്ന് പോയി വാങ്ങിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞ് കൃഷ്ണൻ ഡോറടച്ച് പോയി. അടുത്ത ഷോട്ടിൽ കാണിക്കുമ്പോൾ എടാ എന്താണെന്ന് ചോദിച്ചിട്ട് പോടാ എന്ന് ഇങ്ങനെ പറഞ്ഞ്, അത് കഴിഞ്ഞ് ഒരു ഫ്രെയിമുണ്ട്, ആ ഫ്രെയിം വരെ ഇതിങ്ങനെ കൊടുക്കാൻ കൃത്യമായിട്ട് സാധിച്ചു. അത് ഈ റബ്ബർ പന്താണ് ഇതിൻ്റെ റെഫറൻസായിട്ട് വെച്ചത്, അല്ലെങ്കിൽ എൻ്റെ ഒരു സബ് ടെസ്റ്റിൽ ഈ ക്യാരക്ടറിൻ്റെ എനർജി ഇതാണ് എന്നുള്ളതാണ് വെച്ചത്. ഇതിങ്ങനെ വയ്ക്കാനും ഈ വാക്ക് എന്നെ കൊളുത്താനും എനിക്ക് സാധിച്ചത്, സാധാരണ ഒരു നടനാണെങ്കിൽ, മീൻസ് ഒരു സിനിമയിൽ വരണമെന്ന ആഗ്രഹത്തിൽ ഒരു സംവിധായകൻ്റെ പുറകെ, അല്ലെങ്കിൽ സംവിധായകനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയ ഒരാളാണെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ പറയുന്ന പോലെ, ആ പറയുന്ന ചലനങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ളവർ അങ്ങോട്ട് അത് ചെയ്യുമെന്ന അല്ലാതെ, ഇങ്ങനെ പറയുന്ന വാക്കിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി അതിൽ നിന്നൊരു ബോഡി ലാംഗ്വേജ് ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ തിയേറ്റർ എന്ന് പറയുന്ന ഒരു പദ്ധതി, ഒരു അഭിനയ പദ്ധതി കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ്. ഈ ലെനിൻ സാറിൻ്റെ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് കുറേ ചിട്ടകളോടുകൂടി
ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ തന്നെ പഠിച്ചെടുത്ത ഒരു അഭിനയ പദ്ധതിയുണ്ട്. എനിക്ക് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ആ വാക്ക് എന്നെ കൊളുത്താൻ കാരണമെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഇപ്പം ഞാൻ നേരെ ഈ റബ്ബർ പന്ത് കയറി പിടിച്ച് ഞാൻ എന്താ പറയുക അതിൻ്റെ അവസാനത്തിലേക്ക് വന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ രാജീവേട്ടൻ ഈ കഥ പറഞ്ഞു, ഓക്കെയാണ്. അപ്പോൾ എന്നെ ഈ കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സിനിമയിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഏകദേശം ഉറപ്പായി. ഞാൻ ആ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഏത് റോളിലേക്കാണ് എന്നുള്ളത് എനിക്ക് ഏതാണ് റോള് എന്നുള്ളത് മനസ്സിലായിട്ടില്ല, ഉറപ്പിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ഈ ഒരു ഭിത്തിയിൽ ഫോട്ടോകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, പേരെഴുതിയിട്ട്, ആർട്ടിസ്റ്റിൻ്റെ പേരും അതേപോലെ തന്നെ ക്യാരക്ടറിൻ്റെ പേരും എഴുതി ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് മജീദ് മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ് കുറേ ആളുകളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിലെൻ്റെ ഫോട്ടോ ഉണ്ട്, പക്ഷേ ക്യാരക്ടറിൻ്റെ പേര് അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് സുജിത്ത് ചെറിയൊരു ക്യാമറയിൽ നമുക്കൊന്ന് കുറച്ച് സാധനം ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സുജിത്ത് ഇത് എന്നോട് പറഞ്ഞു, ഭായ് ഒരു ഗുണ്ടയുടെ ഒരു 3-4 സിറ്റുവേഷൻസ്, പ്രായം, അപ്പോൾ ഒരു 17 വയസ്സ് ഒക്കെ ഉള്ള ഒരു പയ്യൻ ഗുണ്ട, അവനൊരു പണിക്ക് പോകുന്നതിൻ്റെ ഒരു സംഭവം ചെയ്യുന്നതിൻ്റെ ഒരു സീക്വൻസ്, പിന്നെ അങ്ങനെ ഒരു 3 പ്രായം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ചെയ്തു. ഈ നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു സാധനം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇത്തിരി വയസ്സായിട്ടുള്ളത് ചെയ്തു. അതിൻ്റെ നടുക്കുള്ളത് ചെയ്തു. പിന്നെ ഭയങ്കര പക്വത വന്നിട്ടുള്ളത് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ചെയ്തതെല്ലാം ഷൂട്ട് ചെയ്ത് എന്നിട്ട് രാജീവേട്ടനെ കാണിച്ചിട്ട് പറയാം, വിട്ടോളാം, എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ പോന്നു. ഇവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. വിനായകൻ ചേട്ടൻ നല്ല തെറിച്ച് ഭയങ്കര എനർജറ്റിക്കായിട്ടൊരു സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൈബ് കിട്ടും എന്ന് പറഞ്ഞു. അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ എന്താണെന്നറിയില്ല, പക്ഷെ അദ്ദേഹം വേറെ ഒരു ഇതിലായിരുന്നു. എന്താ പറയുക, ഭയങ്കര ത്രസിച്ച് നിൽക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു എനർജിയിൽ ഭയങ്കര ഒച്ചയ്ക്ക് ലൗഡായിട്ട് വർത്തമാനം പറയലും ഇതൊക്കെ ആയിട്ട് കയ്യിൽ നിന്ന് പോയ ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്നെ കൊണ്ടുപോയിട്ട് പരിചയപ്പെടുത്തി, ബാലൻ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര ഇങ്ങനെ ഒതുങ്ങി കൂടി പേടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പിന്നെ പുള്ളി കുറേ ഇയാളൊറ്റൊരുത്തം കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. ആ സിനിമയായിട്ട് കണക്ട് ചെയ്ത് കുറേ വർത്തമാനം, ബാലാ നീ ഒറ്റൊരുത്തം കാരണമാണ് പന്നി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ വിറക്കി കിടന്നിട്ട്